ഹായ് ഓൾ, ഞാനിന്ന് മറ്റൊരു ഡയപ്പറിൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നിട്ടുള്ളത്. റീസെൻ്റ്ലി ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുള്ള ഒരു ഡയപ്പറാണ്. ഇതിന് മുന്നേ ലിറ്റിൽസിൻ്റെ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ മുകളിൽ കൊടുക്കാം, അതൊന്ന് കണ്ടു നോക്കുക. അതുപോലെ ഞാൻ വേറെ ഡയപ്പേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ലിറ്റിൽസ് മാത്രമല്ല, ടെഡിയും അതുപോലെ മോമി പക്കോ പാൻസ്, അങ്ങനെ വേറെയും ഡയപ്പേഴ്സൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ യൂസ് ചെയ്യുന്നതിൽ എനിക്കിഷ്ടമുള്ള അല്ലെങ്കിൽ എനിക്കൊന്നുകൂടെ കംഫർട്ടബിളായി തോന്നിയിട്ടുള്ള ഒരു ഡയപ്പറിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. നമ്മൾ 500 സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. സോ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും വലിയൊരു താങ്ക്സ്. ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ടിംഗ് ആണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് ലിമിറ്റേഷൻസും നമുക്കുണ്ട്. സോ നിങ്ങളുടെ സജഷൻസും ഒക്കെ കമൻറ്റായിട്ട് നിങ്ങൾക്ക് അറിയിക്കാം. എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രൊഡക്ട്സിൻ്റെ റിവ്യൂസോ അതല്ലെങ്കിൽ എന്തെങ്കിലും ബേബി റിലേറ്റഡ് അല്ലെങ്കിൽ പാരൻറ്റിങ് റിലേറ്റഡ് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. മാക്സിമം ഞാൻ അതിനൊക്കെ വീഡിയോസ് ഇടുന്നതായിരിക്കും. അതുപോലെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, ഈ ചാനലിൽ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് റീസെൻ്റ്ലി ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ബേബി ഡയപ്പർ പാൻസിൻ്റെ റിവ്യൂ ആയിട്ടാണ്. മുന്നേ ഞാൻ ലിറ്റിൽസിൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് കണ്ടു നോക്കാം, ഞാൻ മുകളിൽ വീഡിയോ കൊടുക്കാം കേട്ടോ. സോ അതൊന്ന് കണ്ടു നോക്കാം. ഓക്കെ, ഞാൻ ഒരുപാട് ഡയപ്പേഴ്സ് ഇതുപോലെ മാറി മാറി യൂസ് ചെയ്ത് നോക്കാറുണ്ട്. കൂടുതലും ഞാൻ ലിറ്റിൽസിൻ്റെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ടെഡിയുടെയും യൂസ് ചെയ്തിട്ടുണ്ട്. റീസെൻ്റ്ലി ഞാനിപ്പോൾ ഡയപ്പേഴ്സ് ഇപ്പോൾ ആമിയുടെ സൈസ് മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഡയപ്പറിൻ്റെ സൈസ് മാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് വേറെയും പരീക്ഷിക്കാം എന്നുള്ള രീതിയിൽ ഞാൻ പരീക്ഷിച്ച് വേറെയും ഡയപ്പേഴ്സൊക്കെ വാങ്ങിച്ച് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ റീസെൻ്റ്ലി ലവ് ലാപ്പിൻ്റെ ഡയപ്പർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ലവ് ലാപ്പിൻ്റെ മറ്റു പ്രൊഡക്ട്സൊക്കെ ഞാൻ മുന്നേ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ലൈക്ക് ഫീഡിങ് ബോട്ടിലും ഫീഡിങ് സ്പൂൺ ബോട്ടിലൊക്കെ, അതൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഡയപ്പർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ലവ് ലാപ്പിൻ്റെ ബേബി ഡയപ്പർ. സോ ഇത് 62 പാൻസ് ഉള്ള ഡയപ്പറാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ചെറിയ പാക്കിൽ 32 പാൻസ് ആണെന്ന് തോന്നുന്നു സ്മോൾ പാക്കിലുള്ളത്. ഇത് 62 നമ്പർ ഓഫ് പാക്സ് വരുന്ന ഒരു പാക്കേജാണ്. സോ അങ്ങനെ വാങ്ങിക്കുമ്പോൾ നമുക്ക് പെർ പാൻസിന് 8.70 എന്തോ വരുന്നുള്ളൂ. ഓക്കെ, സോ ഇതിൻ്റെ വലിയ സൈസും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ അതനുസരിച്ച് വാങ്ങിച്ച് നോക്കുക. ഞാനിപ്പോൾ ജസ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ളത് അതാ. ഇത്രയും ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞതാണ് കേട്ടോ. ഞാൻ ഒരുപാട് യൂസ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ ഹാപ്പിയാണ്. ബാക്കി ഡയപ്പറിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതും ഓക്കെയാണ്. നൈറ്റൊക്കെ കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഫുൾ നൈറ്റ് എനിക്ക് ഓക്കെയാണ്. ലീക്കേജും കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ എനിക്ക് സൈസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ലൈക്ക് ലിറ്റിൽസും സെയിം ലാർജ് തന്നെയാണ് ഞാൻ വാങ്ങിക്കാറ്. അതും 9 to 14 kg ആണ് ലാർജ് സൈസിൻ്റെ പറയുന്നത്. ബട്ട് ലിറ്റിൽസിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സൈസിൻ്റെ കാര്യത്തിൽ ഇത് കുറച്ചും കൂടെ ഒരു ലൂസ് ടൈപ്പ് മീൻസ് ലിറ്റിൽസ് കുറച്ച് ടൈറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ബട്ട് ലവ് ലാപ്പ് ആണെങ്കിൽ ഒന്നും കൂടെ ഫ്രീ ആണ്. ആൾക്ക് ഒന്നുകൂടെ കംഫർട്ടബിളായിട്ട് എനിക്ക് തോന്നി. സോ ഇതാണ് രണ്ടും തമ്മിലൊരു ഡിഫറൻസ് എനിക്ക് പറയാനുള്ളത്. അതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ടല്ല പറയുന്നത്, അതൊരു ചെറിയൊരു ഡിഫറൻസ്. എനിക്ക് ലവ് ലാപ്പിൻ്റെ സൈസിൻ്റെ ഫിറ്റിങ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഭയങ്കര കംഫർട്ടായിരുന്നു അതിൻ്റെ ഒരു ഫിറ്റിങ്സ്. മെറ്റീരിയൽ കോട്ടൺ ആണ്, സോഫ്റ്റ് ആണ്. ഫുൾ നൈറ്റ് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതുപോലെ റാഷും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം ഞാൻ ലവ് ലാപ്പ് തന്നെയാണ് ഡേ ആൻഡ് നൈറ്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡേ നൈറ്റ് എന്ന് പറയുമ്പോൾ ഫുൾ ടൈം ഞാൻ ഡയപ്പർ യൂസ് ചെയ്യാറൊന്നുമില്ല. ഉറങ്ങുന്ന ടൈമിൽ മാത്രമാണ് ഡയപ്പർ യൂസ് ചെയ്യുന്നത്. കാരണം മുന്നേ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആമി ഭയങ്കരമായിട്ട് വെള്ളം കുടിക്കും. അവൾക്ക് ഫുൾ ടൈം വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അത് കാരണം തന്നെ ഭയങ്കരമായിട്ട് അവൾ മൂത്രമൊഴിക്കും. ഉറങ്ങുന്ന ടൈമിലാണെങ്കിലും യൂറിൻ പാസ് ചെയ്യും. അപ്പോൾ അത് കാരണം നമുക്ക് ഡയപ്പർ ഇല്ലാണ്ട് ഉറക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. ഇപ്പോൾ നൈറ്റ് ആണെങ്കിൽ കൂടെ അവൾ ഭയങ്കരമായിട്ട് യൂറിനേറ്റ് ചെയ്യും. സോ നമ്മൾ ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ ഡയപ്പർ ചേഞ്ച് ചെയ്ത് കൊടുക്കും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ നൈറ്റ് അവൾക്ക് ഒരു ഡയപ്പർ തന്നെ മതി. ഒരു ഡയപ്പർ ഫുൾ നൈറ്റ് അങ്ങനെയാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ
ഇതാണ് ലവ് ലാപ്പിൻ്റെ ഡൈപ്പർ. ഞാൻ ലാർജ് സൈസാണ് അമ്മയ്ക്ക് വാങ്ങിക്കുന്നത്. സോ നിങ്ങളുടെ ബേബീസിൻ്റെ വെയിറ്റ് നോക്കിയിട്ട്, വെയിറ്റ് അനുസരിച്ചിട്ടാണ് എല്ലാ ഡൈപ്പറിൻ്റെയും സൈസ് കൊടുക്കുന്നത്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ ഡൈപ്പർ ചൂസ് ചെയ്യുക. ഇപ്പോൾ സൈസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ലീക്കേജൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ സൈസ് കുറവാണെങ്കിൽ ടൈറ്റായിട്ട് അവർക്ക് ഇച്ചിങ്ങും അതുപോലെ റെഡ്നെസ്സൊക്കെ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ സൈസ് കറക്റ്റ് നോക്കിയിട്ട് ഏത് ഡൈപ്പറാണെങ്കിലും സൈസ് കറക്റ്റ് നോക്കിയിട്ട് വാങ്ങിക്കാം. ഓക്കെ, ദെൻ ഇത് ന്യൂ ബോൺ മുതൽ XL വരെയുള്ള സൈസിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഞാൻ വേണമെങ്കിൽ സ്ക്രീനിൽ കൊടുക്കാം. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ട ഡൈപ്പർ ചൂസ് ചെയ്യാം. ഇതാണ് ലവ് ലാപ്പിൻ്റെ ഈ ഒരു ഡൈപ്പറിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. സോ എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കാം. എനിക്ക് തോന്നുന്നു നല്ല അഫോർഡബിൾ ആണ്. നമുക്ക് ഈ ഒരു പ്രൈസിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റിയ നല്ലൊരു ഡയപ്പർ തന്നെയാണ് ലവ് ലാപ്പിൻ്റെ ഡയപ്പർ പാൻസ്. ഓക്കെ, ഇതുപോലെ നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നോക്കുന്ന ടൈമിൽ ലിറ്റിൽസും ടെഡിയും അതുപോലെ തന്നെ ലവ് ലാപ്പൊക്കെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ലെങ്കിൽ നമ്മുടെ ക്യാഷ് ലാഭിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റിയ നല്ലൊരു പ്രൊഡക്റ്റാണ്. എല്ലാ ഓൺലൈൻ സൈറ്റിലും ഇത് അവൈലബിൾ ആണ്. ലൈക്ക് ആമസോൺ, ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. ഞാൻ മോസ്റ്റ്ലി ആമസോണിൽ നിന്ന് തന്നെയാണ് പർച്ചേസ് ചെയ്യാറുള്ളത്. പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. അത് ചെക്ക് ചെയ്ത് നോക്കാം. സോ ഇതൊക്കെയാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇതുവരെ ലവ് ലാപ്പ് ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യാം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ ബേബി പ്രൊഡക്ട്സിൻ്റെ എന്തെങ്കിലും നിങ്ങൾക്ക് റിവ്യൂ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ യൂസ് ചെയ്യുന്നതാണെങ്കിൽ ഞാൻ അതിൻ്റെ റിവ്യൂ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.